കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ ചാനലിൽ ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നു. അതായത് മുസ്ലിങ്ങളൊക്കെയും അവരുടെ അഭിമാനം പണയം വെച്ച് ബി ജെ പിയിലേക്ക് കയറണം, ബി ജെ പിയിൽ അംഗത്വം കൊടുക്കണം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നു. അത് വലിയ വിവാദവും വിഷയങ്ങളൊക്കെ ആയി, ഒരുപാട് ബാഡ് കമന്റുകൾ വന്നു, എന്നെ കുറെ പേര് വിളിച്ചു, ഇദ്ദേഹത്തിനെയും വിളിച്ചു, അങ്ങനെ കുറെ ഇഷ്യൂസ് ആയി. പക്ഷെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറയുന്ന ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം എന്താണ് അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ച് അന്ന് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയാനുള്ളത്. കഴിഞ്ഞ അഭിമുഖത്തില് ഷെബിൻ എന്നോട് ചോദിച്ചത് മുസ്ലിങ്ങൾ അഭിമാനം പണയം വെച്ച് ബി ജെ പിക്ക് വോട്ട് കൊടുക്കണമോ, ബി ജെ പിയിലേക്ക് ചേരണമോ എന്നൊരു ചോദ്യമാണ് എൻ്റെ അടുത്ത് ഷെബിൻ അന്ന് ചോദിച്ചത്. അന്ന് ഞാൻ അതിന് വ്യക്തമായി മറുപടി തന്നെയാണ്. ഒരിക്കലും മുസ്ലിങ്ങൾ അഭിമാനം പണയം വെച്ച് ബി ജെ പിയിൽ ചേരണമെന്ന് ഞാൻ പറയില്ല. പകരം മുസ്ലിം സമുദായം രാഷ്ട്രീയപരമായ നേട്ടത്തിന് വേണ്ടി അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാകുന്നതിന് വേണ്ടി ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നാണ് ഞാൻ അന്ന് എടുത്തു പറഞ്ഞത്. ഞാനൊരു ബി ജെ പിക്കാരനല്ല. ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലങ്ങളായി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിന് വളരെ മോശമായ അനുഭവമാണ് കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടുള്ളത്. ബാബരി മസ്ജിദിന്റെ വിഷയം തന്നെ എടുത്താൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ബാബരി മസ്ജിദ് തകർന്നത്. ഗുജറാത്ത് കലാപം എടുത്താൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത്, ബോംബെ കലാപം ഉണ്ടാകുന്നത്. ഈ കലാപത്തിനെല്ലാം നേതൃത്വം കൊടുത്ത, ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്ത ശങ്കർ സിംഗ് വഗേല കോൺഗ്രസിൽ അഭയം പ്രാപിക്കുകയും ആ കേസിനെ തേച്ചു മായ്ച്ച് കളഞ്ഞ് അദ്ദേഹം തിരിച്ച് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മഹാരാഷ്ട്ര എടുത്താൽ ബോംബെ കലാപത്തിന്റെ സൂത്രധാരൻ നാരായൺ റാണെ, ബോംബെ കലാപത്തിന്റെ സൂത്രധാരൻ നാരായൺ റാണെ, ശിവസേന നേതാവ് നാരായൺ റാണെ, ആ കലാപത്തിനൊക്കെ ശേഷം അദ്ദേഹം കോൺഗ്രസിൽ അഭയം പ്രാപിക്കുകയും കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനങ്ങളും അധികാര കസേരകളെല്ലാം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയതിനു ശേഷം വീണ്ടും തിരിച്ചിപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ്. ആ ഒരു സാഹചര്യം വെച്ചിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വോട്ട് കൊടുത്ത് MLA-മാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും ഒക്കെ വിജയിപ്പിച്ചെടുത്തിട്ട് അവരെ കോൺഗ്രസ് വഴി വിജയിപ്പിച്ച് ബി ജെ പിക്ക് സംഭാവന കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മുസ്ലിങ്ങൾ ബി ജെ പിക്ക് നേരിട്ട് വോട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യമാണ് ഞാൻ അന്ന് ചോദിച്ചത്. അതെ, കറക്റ്റാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ 8 കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാർ കൂട്ടത്തോടെ ബി ജെ പി ചേർന്ന് ബി ജെ പിക്ക് അവിടെ ഭരണം ഒപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ എത്രത്തോളം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരൊക്കെ എപ്പോഴും നേരിട്ട് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്ന നിയമസഭാ ഇലക്ഷൻ വരുവാണല്ലോ. നമുക്ക് യാഥാർത്ഥ്യം അറിയാം. മുസ്ലിം സമുദായത്തോട് എന്ത് നീതിയാണ് ഈ കോൺഗ്രസ് കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റാ പാർലമെന്റിലേക്ക് കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത് മുസ്ലിമിന്. 28% മുസ്ലിങ്ങളുള്ള കേരളമാണ്. മുസ്ലിം ലീഗിന്റെ 2 സീറ്റ് മാറ്റിവെക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിന് കൊടുക്കുന്ന 20-22 സീറ്റ് മാറ്റിവെക്കും. കോൺഗ്രസ് അത്ര മുസ്ലിമിനെ പരിഗണിക്കില്ല. കാര്യം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതിന്റെ പിന്നിൽ, ഞാൻ ഇന്നും പറയുന്നു, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതിന്റെ പിന്നിൽ RSSന്റെ കൈ വളരെ വലുതാണ്. അതുവഴിയാണ് ഇന്ന് കോൺഗ്രസിന്റെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വേണ്ട പരിഗണന കോൺഗ്രസിൽ കിട്ടാതെ പോകുന്നത്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന് ഒരു നിയമസഭാ സീറ്റ് മുസ്ലിമിന് കൊടുക്കണമെങ്കിൽ 1000 വട്ടം ഇവർ ആലോചിക്കും. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിർണായക ശക്തിയായി ഇപ്പൊ SDPI, ഈ SDPI UDF എന്തുകൊണ്ടാണ് എടുക്കാത്തത്? എന്നാൽ SDPIക്കാരുടെ വോട്ട് ഇവർക്ക് വേണം. പല പഞ്ചായത്തുകളിൽ SDPI കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട്. അവർ കോൺഗ്രസിന്റെ പിന്തുണ SDPIക്കും കിട്ടിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ പരസ്യമായി എന്തുകൊണ്ട് അവരുടെ പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്നു? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, മുസ്ലിങ്ങളെല്ലാം കൂടെ കൂട്ടത്തോടെ ബി ജെ പി ചേരണം എന്ന വാക്ക് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ചേരുന്നതിനേക്കാൾ നല്ലത്, അതിനുവേണ്ടി വോട്ട് പിടിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് ബി ജെ പിക്ക് വേണ്ടി വോട്ട് കൊടുത്ത് ബി ജെ പി അങ്ങ് അധികാരത്തിൽ കയറ്റുന്നതല്ലേ നല്ലതെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ
ഇവിടങ്ങളിലെല്ലാം മുസ്ലിങ്ങളും കൂടെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് MLA പോയി ചേർന്നിട്ടാണ് BJP സർക്കാർ ഉണ്ടാക്കിയത് അവിടെ. ആണോ അല്ലേ? BJPയുടെ MLA കോൺഗ്രസ് ജയിപ്പിച്ച കോൺഗ്രസിന്റെ ലേബലിൽ ജയിച്ചു കയറിയ MLA ചേർന്നിട്ടാണ് അവിടെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ BJP അധികാരത്തിലെത്തിച്ചത്. അപ്പൊ ആ സാഹചര്യം മാറണം. പിന്നെ ഞാൻ ബീഹാറിലെ കാര്യം എടുത്ത് ഞാൻ പറഞ്ഞതാ. അസദുദ്ദീൻ ഉവൈസിയുടെ മജ്ലിസ് പാർട്ടി, ആ പാർട്ടിക്ക് ഇന്ത്യ മുന്നണിയിൽ സഖ്യത്തിന് ചെന്നപ്പോൾ ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് അവസാനം മജ്ലിസ് പാർട്ടി 100 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയും 6 സീറ്റിൽ ജയിക്കുകയും 15 സീറ്റിൽ 2ാം സ്ഥാനത്ത് വരുന്നതൊക്കെ സാഹചര്യം ഉണ്ടായി ബീഹാർ. അതും കോൺഗ്രസ് അവിടെ 6 സീറ്റിലേ ജയിച്ചുള്ളൂ, 2ാം സ്ഥാനത്ത് 3-4 സീറ്റിലേ വന്നുള്ളൂ. കോൺഗ്രസിന്റെ മുഴുവൻ MLA NDAയിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് അവിടുത്തെ സാഹചര്യം. പോകാൻ പോകുന്നു എന്നൊരു സാഹചര്യം പോയെന്നാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ നമ്മൾ ആസാം എടുത്താൽ, ഇനി വേറെ വിഷയം കൂടെ ഞാനങ്ങ് പറയൂ ഇതിനകത്തേക്ക്. നമ്മൾ NRC CAA ഈ വിഷയത്തിനെതിരെ നമ്മൾ ശക്തമായ സമരം ചെയ്തു. ഇവിടങ്ങളിൽ NRC CAA വിഷയം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഏതൊരു സാഹചര്യത്തിലാണ് നിങ്ങൾക്കറിയാമോ? അവിടെ ആസാമിൽ കോൺഗ്രസ് വർഷങ്ങളായി അധികാരത്തിലിരുന്ന കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. AIUDF എന്ന് പറയുന്ന ഒരു മൗലാനയുടെ പാർട്ടി അവിടെ ഉദയം കൊള്ളുകയും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഈ നിയമസഭയിൽ പോലും 16 MLA ഇപ്പോഴത്തെ നിയമസഭയിൽ പോലും. കഴിഞ്ഞ മുൻകാല നിയമസഭയിലൊക്കെ അവർക്ക് 14ഉം 15ഉം 19 MLA ഉണ്ടാകുന്ന ഒരു സാഹചര്യം. കോൺഗ്രസിന്റെ അടിവേര് നഷ്ടപ്പെട്ട് മുസ്ലിം സമുദായം ആ പാർട്ടിയിൽ അടിയുറച്ചു നിൽക്കുന്ന, അതിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് കോൺഗ്രസിന് ആസാമിൽ അധികാരം നഷ്ടപ്പെടുന്നത്. ആ അധികാരം കോൺഗ്രസിന് നഷ്ടപ്പെടുമ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നതാണ് ആസാമിൽ NRC നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട്. കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ആസാമിൽ ഒരുപാട് നമ്മുടെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരുണ്ട്, അവരെ കണ്ടെത്തണം, അവരെ ആസാമിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരാണ് അത് കൊണ്ടുവന്നത്. സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി ഓർഡർ വന്നു, അവിടെ NRC നടപ്പിലാക്കണം, CAA നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ വന്നു. ആ ഓർഡറിൽ നിന്നാണ് പിന്നീട് രാജ്യത്താകമാനം NRCയും CAAയും വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ അതിന്റെ പിന്നിൽ കോൺഗ്രസ് ആണ്. അത് ഇവിടുത്തെ ഏതെങ്കിലും സമുദായത്തിന്റെ നേതാക്കന്മാരോ സമുദായ പാർട്ടികളോ കോൺഗ്രസ്സുകാരോ അത് പറയുന്നുണ്ടോ? ഇല്ല. BJPയെ കുറ്റപ്പെടുത്തുമ്പോൾ UAPA കൊണ്ടുവന്നത് ആരാ? കോൺഗ്രസ്സാ കൊണ്ടുവന്നത്. മുസ്ലിങ്ങൾക്കെതിരെ ടാഡ കൊണ്ടുവന്ന ആരാ? കോൺഗ്രസ്സാ കൊണ്ടുവന്നത്. NIA കൊണ്ടുവന്നത്, CBI ഇതൊക്കെ കൊണ്ടുവന്നത് കോൺഗ്രസ്സാ. പക്ഷെ BJP എടുത്തിട്ട് ഇപ്പൊ അത് ഉപയോഗപ്പെടുത്തുന്നുള്ള ഒരു വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത്. കൊണ്ടുവന്ന് കൊടുത്തതും ഇത് ചെയ്യിക്കാനുള്ള അവസരം കൊടുത്തതും എല്ലാം കോൺഗ്രസ്സാ. ഇത് നമ്മൾ പറയുമ്പോൾ കോൺഗ്രസിലെ അടിമകളായി നിൽക്കുന്ന കുറച്ച് മുസ്ലിം നാമധാരികളും കുറച്ച് സൈബർ പോരാളികളൊക്കെ ഉണ്ട്. അവര് എൻ്റെ ഒരു വിലയിരുത്തൽ, ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ സൈബർ പോരാളികൾ നല്ലൊരു ശതമാനം ഫേക്കാണ്. നല്ലൊരു ശതമാനം. അത് മിക്ക രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും, അത് മഹാരാഷ്ട്രയിൽ തുടങ്ങിയ BJP തുടങ്ങിയ ഒരു തന്ത്രമാണ്. ആ തന്ത്രമൊക്കെ ഇപ്പം കേരളത്തിലേക്കും വ്യാപകമായി ഈ സൈബർ പോരാളികളെ ഉപയോഗിച്ച് കാര്യങ്ങളെല്ലാം നേടിയെടുക്കാം, കൈക്കലാക്കാമെന്ന് ചിന്തിക്കുന്ന കോൺഗ്രസിന്റെ ഒരു തെറ്റായ ധാരണയുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച, രാഹുൽ മാങ്കൂട്ടത്തിന്റെ തളർച്ച, ഇതൊക്കെ നമ്മൾ പറയേണ്ടത്. അതൊക്കെ ഇനി പിന്നീട് നമ്മുടെ അവസരത്തിൽ അതിനൊക്കെ നമ്മൾ പറയാം. കാര്യം ഒരാളെ വളർത്തിക്കൊണ്ട് വരാനും ഒരാളെ തളർത്താനും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാവുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ പിന്നിൽ ഞാൻ എടുത്തു പറയുന്നു, RSSന്റെ സാന്നിധ്യം വളരെ വലുതാണ്. വളരെ പ്രതികരിച്ചു.